ഹനുമാൻ സീതാന്വേഷണത്തിനായിട്ട് സമുദ്രം ലംഘിക്കുകയാണ്. ആ സമുദ്രലംഘനം എന്ന ഹനുമാരുടെ യാത്ര ലോകചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത ഒരു അത്ഭുതമാണ്. മഹാകടൽ 3 ഭാഗത്ത് നിന്നും ആർത്തലച്ചു വരുന്ന തിരമാലകൾക്ക് മേലെ മാരുതി ഒരു ബാണം പോലെ പറക്കുന്ന ഭാഗം. മഹേന്ദ്രഗിരിയിൽ നിന്ന് ചാടിയപ്പോൾ നമ്മളൊരു സാധാരണ തോർത്ത് പിഴിഞ്ഞാൽ അതിലെ വെള്ളം ജലാംശം ഒഴുകിപ്പോന്ന പോലെ ഹനുമാരുടെ പാദത്തിൻ്റെ മർദ്ദമേറ്റ് പാറക്കെട്ടുകൾ അമർന്ന് കന്മദങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അത്രയും ബലം. ആ മഹേന്ദ്രഗിരിയിലെ മരങ്ങളൊക്കെ ഹനുമാരുടെ കൂടെ പിന്നാലെ കുറേ ദൂരം വേഗത്തിലൊരു വാഹനം പോകുമ്പോൾ ഉണങ്ങിയ ഇലകളും കടലാസുകളൊക്കെ അതിന് പിന്നാലെ പറന്നു പോകുന്നത് പോലെ കൂറ്റൻ മരങ്ങളും ഒക്കെ പിന്നാലെ പോയി പറന്നു പോകുന്നതായിട്ട് വർണ്ണിക്കുന്നുണ്ട് രാമായണത്തിൽ. ആ ഭൂകമ്പം പോലുള്ള കേട്ടിട്ട് മാളങ്ങളിൽ നിന്ന് വിഷനാഗങ്ങൾ പുറത്തു വരുന്നു, ജീവജാലങ്ങൾ പരക്കം പായുന്നു. അത്രയും പ്രകമ്പനപരമായിട്ട് ഉജ്ജ്വലം എന്ന് പറയാവുന്ന രീതിയിലാണ് ഹനുമാന്റെ സമുദ്രയാത്ര, സമുദ്രലംഘനം. ഏത് മഹാകാര്യം ചെയ്യുമ്പോഴും പ്രതിബന്ധങ്ങളായിട്ട് ബന്ധുക്കളുണ്ടാകും. ആ ബന്ധുക്കളുടെ ബന്ധന കുഴിയിൽ അവർ നമ്മളെ വീഴ്ത്തും. സ്നേഹമാണെന്ന് പറയും. ബന്ധങ്ങളുടെ വല പൊട്ടിച്ചെറിഞ്ഞവർ മാത്രമേ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ നേടിയിട്ടുള്ളൂ എന്ന അനവധി ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ ബന്ധുത്വത്തിൻ്റെ പേരിൽ മൈനാക പർവ്വതം കടലിൽ നിന്ന് ഉയർന്നു വന്ന് ഹനുമാനെ ആതിഥ്യമരുളുന്നു. ഹനുമാന്റെ മുന്നിൽ ഈ പർവ്വതം ഒരു മനുഷ്യാകാരം പൂണ്ടുവന്ന് വേണ്ട രീതിയിൽ അങ്ങ് വലിയൊരു കാര്യത്തിന് പോകുന്നതല്ലേ. ശരീരം തളരും, ക്ഷീണമുണ്ടാകും, വിശ്രമിച്ചിട്ട് പോകാം, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ വലിയൊരു കാര്യത്തിന് പോകുമ്പോൾ പലരും ഇത്തരം വഴിമുടക്കി പല പ്രലോഭനങ്ങൾ കൊണ്ട് നമുക്ക് തടസ്സമുണ്ടാക്കും. അതാ മനസ്സിലാക്കേണ്ടത്. ചില വാഗ്ദാനങ്ങൾ തരും, ചില മോഹിപ്പിക്കുന്ന വസ്തുക്കൾ തരും. അവിടെയാണ് ഹനുമാന്റെ ആ ഒരു പ്രത്യുൽപ്പന്നമതിത്വം, അതായത് ഏത് അവസരത്തിൽ എങ്ങനെ പെരുമാറണം. അവർക്ക് വിഷമമുണ്ടാവാൻ പാടില്ല, തൻ്റെ യാത്രക്ക് തടസ്സമുണ്ടാവാൻ പാടില്ല. ഹനുമാൻ അവിടെ ഒരു നിമിഷം നിൽക്കാതെ ഞാൻ രാമകാര്യത്തിന് പോവുകയാണ്, നിങ്ങളുടെ സൽക്കാരത്തിന് എല്ലാ നന്ദിയും എന്ന് പറഞ്ഞു പുറപ്പെട്ട ഹനുമാൻ മഹായാത്രക്ക് തികച്ചും മാതൃകയാണ് എന്ന് പറയാതെ വയ്യ. രണ്ടാമത് നാഗമാതാവിനെ ദേവതകൾ അയച്ചതാണൊന്ന് പരീക്ഷിക്കാൻ. ഈശ്വരന്മാർ പോലും നമുക്ക് ഇത്തരം പരീക്ഷണങ്ങൾ വഴിയിൽ ഏർപ്പെടുത്തും. വാ പിളർന്ന് വിഴുങ്ങാൻ ഹനുമാൻ അപ്പോൾ വലുതായി, ഈ സുരസ വീണ്ടും വലുതായി, ഹനുമാർ വീണ്ടും വലുതായപ്പോൾ അവിടെയാണ് അഷ്ടൈശ്വര്യ സിദ്ധിയുള്ള ഹനുമാരുടെ പ്രത്യേക കഴിവ് നമുക്ക് കാണേണ്ടത്. ഹനുമാര് വളരെ ചെറുതായി. അഷ്ടൈശ്വര്യ സിദ്ധിയിൽ അണിമ, ഗരിമ. അണിമ ഒരു അണുപോലെ ചെറുതാകാൻ. ജീവിതത്തിൻ്റെ വലിയ സന്ദർഭങ്ങളിൽ പലരും ചെറുതാകില്ല, വേണ്ടാത്ത രീതിയിൽ വലുതാകും. അവരെല്ലാവരാലും അപഹസിക്കപ്പെട്ട് ജീവിതത്തിൽ പിന്തള്ളപ്പെട്ടു പോകും. അവിടെ നമ്മൾ ചെറുതാവണം. ചില ഘട്ടങ്ങളിൽ ചെറുതാകുന്നത് വലുതാകുന്നതിനേക്കാൾ വലുതായിരിക്കും. അത് ഹനുമാൻ ഇവിടെ കാണിക്കുകയാണ്. വളരെ സൂക്ഷ്മരൂപം പൂണ്ട് അവരുടെ വായിലൂടെ ചെവിയിലൂടെ പുറത്തു വന്നിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മകനാണ് അനുഗ്രഹിക്കണം. ആ സുരസ എന്ന നാഗമാതാവ് പോലും അത്ഭുതപ്പെട്ടു പോയി ഹനുമാരുടെ നയചാതുര്യത്തിൽ. പിന്നീട് സിംഹികയെ കാണുന്നത്, ഛായാഗ്രഹണിയായ സിംഹിക. ഛായാഗ്രാഹി എന്ന പേര് വരാൻ തന്നെ കാരണം നിഴലിനെ പിടിക്കുന്നവരാണ്. നമ്മുടെ യാത്രയിൽ എപ്പോഴും നമ്മുടെ നിഴൽ അനുധാവനം ചെയ്യും. ഈ നിഴൽ വെളിച്ചത്തിലുണ്ടാകുന്ന നിഴൽ മാത്രമല്ല, നമ്മുടെ കർമ്മത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും നമുക്ക് നിഴലുകൾ കൂടെ ഉണ്ടാകും. ഒരുപക്ഷെ വലിയ കമ്പനി മീറ്റിങ്ങിന് പുറത്തേക്ക് പോയൊരു ഭർത്താവ്, അതിൽ വലിയ രീതിയിലുള്ള പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മുഴുവൻ അതിലായിരിക്കണം. പക്ഷെ അവിടെ ഭാര്യയെയും കുട്ടികളെയും പറ്റിയുള്ള ചിന്തകളാണ്
നിഴൽ പോലെ വന്നാൽ അവിടെ ആ കോൺഫറൻസിൽ അദ്ദേഹത്തിന് ശരിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ചില പുരുഷന്മാർ ഇതൊക്കെ വിട്ട് അല്പകാലം ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഹിമാലയത്തിലോ കാശിയിലൊക്കെ പോയിട്ട് ഈശ്വര ധ്യാനത്തിനും തപസ്സിനും പോയാലും നിഴല് പോലെ അവരുടെ പ്രണയബന്ധങ്ങൾ പിൻവലിക്കും. അപ്പോൾ ഒരു വൈരാഗിക്ക്, ഒരു ബ്രഹ്മചാരിക്ക് ഇത്തരം മഹാകാര്യത്തിന് പുറപ്പെടുമ്പോൾ നിഴലുകൾ എന്ന ചിന്തകൾ, ഇപ്പൊ ഹനുമാന് വേണമെങ്കിൽ സുഗ്രീവനെ ചിന്തിക്കാം, നാടിനെ ചിന്തിക്കാം, പലതും ചിന്തിക്കാം, രാക്ഷസരെ ചിന്തിക്കാം. ആ ചിന്തകൾ വേണ്ടാത്ത ചിന്തകളാകുന്ന സിംഹിക എന്ന ഛായാഗ്രഹണിയെ ഒറ്റ അടിക്കാണ് കൊല്ലുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. ഒരടിക്ക് കൊല്ലുകയാണ്. അവിടുന്ന് പിന്നീട് കാണുന്നത് ലങ്കാലക്ഷ്മി. ലങ്കാലക്ഷ്മി ബ്രഹ്മാവിൻ്റെ ശാപം കൊണ്ട് അസുര രാജ്യത്തിന് കാവൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവളാണ്. ബ്രഹ്മാവിൻ്റെ ഭണ്ഡാരപ്പുര സൂക്ഷിക്കുന്നവൾ. അത്രയും വലിയൊരു സ്ഥാനം കിട്ടിയിട്ട് അതിൽ കൃത്യവിലോപം നടത്തി. നമ്മൾ മഹനീയമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരും അത്തരം പദവികളിൽ വിരാജിക്കുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ലങ്കാലക്ഷ്മിയെ പോലെ വൃത്തികെട്ട ഒരിടത്ത് പോയി വീഴേണ്ടി വരും. ഹനുമാരെ അവിടെ വളരെ സൂക്ഷിച്ച് ലങ്കാലക്ഷ്മി തടഞ്ഞു വെച്ചപ്പോൾ ഒരു ചെറിയ താടനമേ കൊടുത്തുള്ളൂ. നേരത്തെ സിംഹികക്ക് കൊടുത്ത അടി പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലങ്കാലക്ഷ്മി ബാക്കി ഉണ്ടാവില്ലായിരുന്നു. അതല്ല, ഇവൾ അത്രയും ഭയങ്കരിയല്ല എന്ന് ഹനുമാൻ അറിയാം. അതുകൊണ്ടാണ് അല്പം ഒരു ബോധക്ഷയം വരുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുത്തത്. ബോധം വന്ന് ആ സമയത്ത് ശാപമോക്ഷം കിട്ടി, ലങ്കാലക്ഷ്മി തിരിച്ചു പോവുകയും ചെയ്തു. അവിടെ കമ്പരാമായണത്തിൽ ഈ ലങ്കാലക്ഷ്മിയുടെ കാര്യം മറ്റൊരു രീതിയിൽ പറയുന്നുണ്ട്. നമുക്ക് അത് അടുത്ത ഭാഗത്തിൽ ചിന്തിക്കാം. നമസ്തേ.